ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ധീരബലിദാനികളുടെ സ്മരണകൾ പുതുക്കി ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പരമമായ ത്യാഗം തലമുറകൾ സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി. യുവതലമുറ അംബേദ്കറുടെ പാത പിന്തുടർന്ന് ഭരണഘടനാ പ്രതിജ്ഞ പുതുക്കണമെന്ന് അംബേദ്കർ ജയന്തി പദയാത്രയിൽ പങ്കെടുത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ചരിത്രവും സംസ്കാരവും വരും തലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള കേന്ദ്രങ്ങളാണ് മ്യൂസിയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. വിഷുക്കണി ദർശനത്തിനുള്ള മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് ബംഗളൂരു രാജസ്ഥാനെയും മുംബൈ ഡൽഹിയെയും നേരിടും. വാർത്തകൾ വിശദമായി. ധീരബലിദാനികളുടെ സ്മരണകൾ പുതുക്കി ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ജാലിയൻ വാലാബാഗിൽ ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അവരുടെ പരമമായ ത്യാഗം തലമുറകൾ സദാ സ്മരിക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ജാലിയൻ വാലാബാഗിലെ ത്യാഗം സ്വാതന്ത്ര്യ സമരത്തിൽ വഴിത്തിരിവായി മാറിയെന്ന് ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് അംബേദ്കർ ജയന്തി പദയാത്ര സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുവതലമുറ അംബേദ്കറുടെ പാത പിന്തുടർന്ന് ഭരണഘടനാ പ്രതിജ്ഞ പുതുക്കണമെന്ന് ഗവർണർ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കവടിയാർ വിവേകാനന്ദ പ്രതിമ മുതൽ വെള്ളയമ്പലം വരെയായിരുന്നു പദയാത്ര. കണ്ണൂർ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സോപാന സംഗീത മ്യൂസിയം, ഊട്ടുപുര എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സോപാന സംഗീതത്തിന്റെ ചരിത്രവും പ്രാധാന്യവും വിളിച്ചറിയിക്കുന്നതാണ് സോപാന സംഗീത മ്യൂസിയം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ചരിത്രവും സംസ്കാരവും വരും തലമുറയ്ക്ക് പകർന്നു നൽകാനാവുന്ന കേന്ദ്രങ്ങളാണ് മ്യൂസിയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ശ്രമം തടയാനും നുണപ്രചരണം ഇല്ലാതാക്കാനും മ്യൂസിയങ്ങൾക്ക് സാധിക്കും. 41 കോടി രൂപ ചെലവഴിച്ച് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ 11 ആരാധനാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 9 വർഷത്തിനിടെ 600 കോടി രൂപ വിവിധ ദേവസ്വങ്ങൾക്കും അവിടങ്ങളിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾക്കും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ക്ഷേത്രങ്ങളിലെ പണമെടുത്ത് മറ്റെന്തോ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നുവെന്ന പ്രചരണം ശുദ്ധ നുണയാണെന്നും ആരാധനാലയങ്ങൾ നാടിന്റെ പൊതു സ്വത്താണെന്നും അവയെ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ ക്രൈസ്തവ മതവിശ്വാസികൾ ഭക്തിപൂർവ്വം അനുസ്മരിക്കുന്ന ദിവസമാണ് ഓശാന. 50 നോയമ്പിലെ പ്രധാന ദിവസങ്ങളിലൊന്നായ ഓശാനയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള പ്രത്യേക ചടങ്ങുകൾ നടന്നു. ഇതോടെ യേശുവിന്റെ അന്ത്യത്താഴത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന വിശുദ്ധ വാരത്തിനും തുടക്കമായി. തൃശൂർ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലെ ഓശാന ആഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓശാന ദിനത്തിൽ പ്രഥമ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ചു. പ്രാർത്ഥനാ ദിനങ്ങൾക്ക് തുടക്കമിട്ട് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. പരുമലയിലടക്കം വിവിധ ദേവാലയങ്ങളിലെ പ്രാർത്ഥനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം വാഴ്ത്തിയ കുരുത്തോലകൾ കയ്യിലേന്തി വിശ്വാസികൾ പ്രദക്ഷിണവും നടത്തി. പരുമല സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികനായി. ക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് ആനയിച്ചപ്പോൾ ജനങ്ങൾ ഒലിവുമരച്ചില്ലകൾ വീശി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. വൈദികർ വെഞ്ചരിച്ച് ആശീർവദിച്ചു നൽകുന്ന കുരുത്തോലകൾ വിശ്വാസികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടുത്ത ഓശാന ഞായർ വരെ രക്ഷയുടെ അടയാളമായി സൂക്ഷിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണം ആരംഭിച്ച ഭൂമിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരം തുടങ്ങി. സംയുക്ത ട്രേഡ് യൂണിയനാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും നൽകാതെ ടൌൺഷിപ്പ് നിർമ്മാണം നടത്തുന്നതിലാണ് പ്രതിഷേധം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. അംബേദ്കർ ജയന്തി ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലടക്കം നിരവധി പദ്ധതികൾക്കും അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. രാവിലെ ഹിസാറിലെത്തുന്ന പ്രധാനമന്ത്രി ഹിസാർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും ഹിസാർ അയോധ്യ വിമാന സർവീസും ഉദ്ഘാടനം ചെയ്യും. 8,470 കോടി രൂപ ചെലവിൽ 233 ഏക്കറിൽ സ്ഥാപിക്കുന്ന 800 മെഗാവാട്ട് അത്യാധുനിക താപവൈദ്യുത നിലയം, ഗോബർധൻ പദ്ധതിയുടെ ഭാഗമായ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതമേലധ്യക്ഷന്മാരുടെ യോഗവും സർവകക്ഷി യോഗവും വിളിച്ചു. ബുധനാഴ്ച രാവിലെ മതമേലധ്യക്ഷന്മാരുടെ യോഗം നടക്കും. അന്ന് വൈകിട്ട് 3:30 സർവകക്ഷി യോഗം. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. വിഷു ആഘോഷങ്ങൾക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. വീടുകളിൽ കണിയും സദ്യവട്ടങ്ങളും ഒരുക്കുന്നതിനുള്ള തിരക്കിലാണവർ. ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. വിപണികളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂക്കളും പച്ചക്കറികളും വസ്ത്രങ്ങളും വാങ്ങുന്നതിനാണ് കൂടുതലും തിരക്ക് അനുഭവപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ പടക്ക വിപണികളും സജീവമാണ്. തെരുവോരങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല വലിപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ആഴ്ചകൾക്ക് മുൻപേ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഹൃദ്യമായ വിഷു ആശംസകൾ നേർന്നു. വിഷു ഉത്സവം സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ഒരുമയുടെയും ഭാവം കൊണ്ടുവരട്ടെയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതി വിഭവങ്ങളെ പരിപാലിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിന് ഈ വിഷു പുതിയ ഊർജ്ജം നൽകട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളപ്പെടുത്തലാണ് വിഷുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അഭിവൃദ്ധിയുടെ നല്ല നാളുകൾക്കായുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാൻ ഏവരും ഒത്തുകൂടുന്ന ആഘോഷ നിമിഷങ്ങളാണ് ഇത്. നമ്മുടെ ഒരുമയെയും ഐക്യബോധത്തെയും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ വിളംബരമാകട്ടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. സപ്ലൈകോയുടെ എല്ലാ വിഷു ഈസ്റ്റർ ഫെയറുകൾക്കും സൂപ്പർ മാർക്കറ്റുകളും വിഷു ദിവസമായ നാളെ അവധി. ഇന്ന് ഇവ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മാവേലി സ്റ്റോറുകൾ ഞായറാഴ്ച പ്രവർത്തിക്കുന്നില്ല. കാർത്തികപ്പള്ളി കേരഗ്രാമം പദ്ധതി ഇന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ആലപ്പുഴ തോട്ടുകടവ് ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല MLA അധ്യക്ഷനാകും. നാളികേര കൃഷിയുടെ പ്രാധാന്യവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കിയാണ് സംസ്ഥാന സർക്കാർ കേരഗ്രാമം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സംയോജിത വളപ്രയോഗം, രോഗകീട നിയന്ത്രണം തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി കേരഗ്രാമം പദ്ധതിയുടെ 1ാം വർഷം പൂർത്തീകരിച്ചിരുന്നു. 2ാം വർഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകിട്ട് 3:30 രാജസ്ഥാൻ ബംഗളൂരുവിനെയും രാത്രി 7:30 ഡൽഹി മുംബൈയെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് സൂപ്പർ കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഉജ്ജ്വല വിജയം. പഞ്ചാബ് നേടിയ 246 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഹൈദരാബാദ് മറികടന്നു. 55 പന്തിൽ 141 റൺസ് നേടിയ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറിയാണ് ഹൈദരാബാദിനെ വിജയത്തിൽ എത്തിച്ചത്. 2026 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. അടുത്ത വർഷം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. ഈ വർഷം ജൂലൈ 31 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ മാസം 15 നാമനിർദ്ദേശ പ്രക്രിയ ആരംഭിച്ചു. പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ വകുപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വൃത്തി 2025 കോൺക്ലേവിൽ ഏറ്റവും അധികം പുരസ്കാരം ലഭിച്ചത് കണ്ണൂർ ജില്ലയ്ക്ക്. മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം മികച്ച ജില്ലാ പഞ്ചായത്ത്, മികച്ച എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ജില്ലയ്ക്ക് ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരബലിദാനികളുടെ സ്മരണകൾ പുതുക്കി ഇന്ന് ജാലിയൻ വാലാബാഗ് ദിനം. ജീവൻ ബലിയർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പരമമായ ത്യാഗം തലമുറകൾ സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി. യുവതലമുറ അംബേദ്കറുടെ പാത പിന്തുടർന്ന് ഭരണഘടനാ പ്രതിജ്ഞ പുതുക്കണമെന്ന് അംബേദ്കർ ജയന്തി പദയാത്രയിൽ പങ്കെടുത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. ചരിത്രവും സംസ്കാരവും വരും തലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള കേന്ദ്രങ്ങളാണ് മ്യൂസിയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. വിഷുക്കണി ദർശനത്തിനുള്ള മുന്നൊരുക്കങ്ങളുമായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ. IPL ക്രിക്കറ്റിൽ ഇന്ന് ബംഗളൂരു രാജസ്ഥാനെയും മുംബൈ ഡൽഹിയെയും നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.